കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായും സഹകരണ ബോർഡ് ഡയറക്ടർ മെമ്പറായും പ്രസിഡന്റായുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒട്ടേറെ പരിചയ സമ്പന്നതയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശിവദാസൻ എന്ന ശിവൻ വീട്ടിക്കുന്ന് നിങ്ങളെ നേരിൽ കാണുന്നതിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം നേടുന്നതിന് വേണ്ടി നിങ്ങളോട് ഓട്ടം പുരാത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻ ബ്ലോക്ക് പ്രസിഡന്റും DCCയുടെ സമാരാധ്യനായ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട അനീഷേട്ടനെ ആദരപൂർവ്വം. വിശ്വാസികളെ, അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശിവദാസൻ എന്ന ശിവൻ വീട്ടിക്കുന്നാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പാറമേൽപ്പടിയിലെ വീട്ടിക്കുന്ന് പ്രദേശത്ത് ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വളരെ താഴെ തട്ടിൽ നിന്നും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ശിവൻ വീട്ടിക്കുന്ന്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായും, അതുപോലെ തന്നെ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിൽ 20 വർഷക്കാലം സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായും, ആ ബാങ്കിലെ തന്നെ പഞ്ചായത്ത് ബാങ്കിലെ പ്രസിഡന്റായും, യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങി ഒട്ടനവധി പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായി പൊതുപ്രവർത്തനം നടത്തിവരുന്ന ചെറുപ്പക്കാരനായ ശിവൻ വീട്ടിക്കുന്നിന് അനുകൂലമായി നിങ്ങളുടെ സമ്മതിദാനാവകാശം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന അമ്മമാർ, ഇന്ന് ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഓടി ഓടി വന്ന് വോട്ട് ചെയ്യും, അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇനി അടുപ്പ് പുകയില്ല എന്ന്. എല്ലാ വീടുകളിലും ഗ്യാസ് എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനം നടത്തി. ഇന്നിപ്പോ എന്താണ് അവസ്ഥ? നമുക്ക് നമ്മുടെ വീടുകളിൽ ഗ്യാസ് പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളതല്ലേ? നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ 2 സർക്കാരുകളും അത് അട്ടിമറിച്ച് നമ്മുടെ പാവപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്ന തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമല്ല, അതിൽ പാവങ്ങൾക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്തായി ഇതിന് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വിധി എഴുതാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ ശിവൻ വീട്ടിക്കുന്നിന് അനുകൂലമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറിൽ നിങ്ങൾ വോട്ടുകൾ ചെയ്യണം. ഇവിടെ ആകെ പറയുന്ന കാര്യം പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നെ കേൾക്കുന്ന സഖാക്കളെ, നിങ്ങൾ മറുപടി പറയണം. കഴിഞ്ഞ 18 വർഷക്കാലമായി കേരളത്തിനകത്ത് പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 18 മാസക്കാലമായി പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലമായി ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് കൊടുത്തിരുന്ന 1000 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇതിനെല്ലാം മറുപടിയായി ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബഹുമാനായ ശിവൻ വീട്ടിക്കുന്നിന് പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൂലിയെ പണിയെടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ
പൊതുസേവന രംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒറ്റപ്പാലം NSS കോളേജിൽ പഠിച്ച് ആ പഠന കാലഘട്ടത്തിൽ പൊതുപ്രവർത്തനത്തിലൂടെ കടന്നുവന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ കൂടെ നിന്ന് പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ശിവൻ വീട്ടിക്കുന്നിന് അനുകൂലമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഹാരാർപ്പണം നടത്തുന്നതിനുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ വിളിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹാരാർപ്പണം ചെയ്യുന്ന സോമേട്ടൻ, പ്രദീപ് കുന്നമ്പള്ളി, ലേഖാമണി, വാസു, ഉഷ, സെയ്ദ് മുഹമ്മദ്, കുമാരൻ. കുന്നമ്പള്ളിയിൽ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് സംസാരിക്കുന്നു. പ്രിയമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സമന്വിതരായ നേതാക്കൾ, എനിക്കേറെ ഇഷ്ടമുള്ള പ്രിയമുള്ള കുന്നമ്പള്ളിയിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ സംസാരത്തിന് മുതിരേണ്ട ആവശ്യകതയില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശിവൻ വീട്ടിക്കുന്ന് എന്ന ഞാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 10 വർഷക്കാലം ആ ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്നു. സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ, പ്രസിഡന്റ് എന്നീ നിലയിൽ 20 വർഷത്തോളം ഞാൻ അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തന പരിചയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ എനിക്ക് ഇതിനൊരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഞാൻ എൻ്റെ മുന്നണിയോട് വളരെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ അതിന് കടപ്പാട് അറിയിക്കുകയാണ്. അതോടൊപ്പം ജനാധിപത്യ വിശ്വാസികളായ എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് ഒരു സമയപരിമിതി കുറവ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെയായ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ്. ആ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി എന്നെ വിജയിപ്പിക്കണം. തികച്ചും ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്നും ജനിച്ചു വളർന്ന് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഈ പഴയന്നൂർ കുന്നമ്പള്ളി പ്രദേശം എനിക്ക് അന്യമല്ല. ധാരാളം സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളും കുടുംബപരമായിട്ടുമൊക്കെ വളരെ അടുപ്പമുള്ള എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.